നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു പാരബിൾ ഓർമ്മ വരികയാണ്. ഗുഡ് സമാരിറ്റൻ. അപ്പോൾ ആ സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്ന വെറുക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പിലുള്ള ആളാണ് ഈ ഗുഡ് സമാരിറ്റൻ എന്നുള്ള കഥാപാത്രം. ഒരിക്കൽ വഴിയിൽ കുറേ കള്ളന്മാരെ ആക്രമിച്ചിട്ട് ഒരു വ്യക്തി ഇഞ്ചോർഡായിട്ട് അവിടെ കിടക്കുകയാണ്, റോട്ട് കിടക്കുകയാണ്. അദ്ദേഹം സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന ഒരു പ്രീസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സോഷ്യൽ വർക്ക്, ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളുണ്ട്. ഇങ്ങനെ ഒരുപാട് വ്യക്തികൾ കടന്നു പോകുന്നുണ്ട്. എന്തോ ജോലി തിരക്കിൽ പോകുന്നു, എന്തോ ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യാനായിട്ട് ഓടിപ്പോകുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾക്കും കാണാം, അമ്പലത്തേക്ക് ഓടുകയാണ്, അല്ലെങ്കിൽ സത്സംഗത്തിന് ഓടുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ, ഈ ഗുഡ് സമാരിറ്റൻ, അദ്ദേഹം വഴിയിൽ കിടക്കുന്ന ആ വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തെ സഹായിച്ചു. മുറിവെല്ലാം കെട്ടിയിട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അദ്ദേഹം പോകുന്ന പ്രവൃത്തി എന്തിനാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിനെ പോസ്റ്റ്പോൺ ചെയ്തിട്ടും ഈ കാര്യത്തിന് വേണ്ടി സമയം കണ്ടെത്തി. എന്നിട്ട് ജീസസ് ക്രൈസ്റ്റ് ചോദിക്കുന്നുണ്ട്, ആരുടെ അടുത്താണ് ഈശ്വരൻ, എവിടെയാണ് ഈശ്വരൻ, ആരാണ് ഈശ്വരനെ കണ്ടെത്തിയത്? അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്ന് പാരാഫ്രൈസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈശ്വരനെ അന്വേഷിച്ച് ഓടുകയാണ്. ഈശ്വരൻ നമ്മുടെ യാത്രയിൽ തന്നെയാണ്. അതാണ് പാത തന്നെയാണ് ലക്ഷ്യം. വാട്ട് ഇസ് എ ഗോൾ. മഹാത്മാഗാന്ധി വളരെ പ്രൊഫൗണ്ടായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റാണ്. നമ്മൾ ജീവിതത്തിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ആ ഈശ്വരീയതയിലേക്ക് കണക്റ്റഡ് ആവുന്നു. നമ്മുടെ വീട്ടിൽ സന്തോഷമായിട്ട് പേരൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ, നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ, ടൈമിനെത്തുമ്പോൾ, നമ്മുടെ പ്രാക്ടീസിൽ ഓണസ്റ്റി കാണിക്കുമ്പോൾ, അപ്പോഴെല്ലാം നമ്മൾ ആ ഈശ്വരനിലേക്ക്, ഈശ്വരീയതയിലേക്ക് കണക്ട് ചെയ്യുക. അതാണ് ഫ്ലോ എന്ന് പറയുന്നത്. ഡിവിനിറ്റിയിലേക്ക് കണക്ട് ആവുന്നു.
ഇത് തന്നെയാണ് സാമൻ എന്ന് ശാന്തോക്യ ഉപദേശത്തിൽ പറയുന്നത്. നമ്മളിങ്ങനെ ഡൈവേഴ്സായിട്ട് പോകുന്നത് തന്നെ ഡിസിപ്ലിൻഡ് ആക്കുമ്പോൾ നമ്മൾ ഡിവിനിറ്റിയിലാണ്. അപ്പോൾ ശരിക്കും അവിടെ തന്നെയാണ് ഈശ്വരൻ. നമ്മൾ ഈശ്വരനെ കണ്ടെത്തി. ഇത് ഓർമ്മപ്പെടുത്താനായിട്ട് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുമ്പോൾ, സുഷുപ്തി അവസ്ഥയിൽ നമ്മൾ ശാന്തമായിട്ട് ഉറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ദർശനം ഉണ്ടാവുകയാണ്. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിലല്ല കാര്യം, നിങ്ങൾ ഉള്ളിൽ തന്നെയാണ് എന്ന് കാണിച്ചു തരുന്നതാണ് സുഷുപ്തി അവസ്ഥ. അപ്പോൾ നമ്മൾ എന്തിനൊക്കെയോ അന്വേഷിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല റിലിജിയൻസ് ഉണ്ട്, പല പുസ്തകങ്ങളുണ്ട്, സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്. ഈശ്വരൻ അതിലൂടെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ള ആ ഒരു ചിന്തയിൽ അതിൻ്റെ പുറകെ പോവുകയാണ്. എന്നിട്ട് അതിനെ ചൊല്ലിയിട്ട് തർക്കങ്ങൾ, ഈശ്വരനെക്കുറിച്ച് തർക്കങ്ങൾ. ഈശ്വരൻ ഏതാണ് രൂപം, ഏതാണ് ഭാഷ? പല ഭാഷകളിലാണ് ഈ സ്ക്രിപ്റ്റേഴ്സ് രചിക്കപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിയാണോ? നമ്മൾ പോകുന്ന പാതയിൽ അസഹിഷ്ണുത ഉണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വയലൻസ് ഉണ്ടെങ്കിൽ, ഹിംസ ഉണ്ടെങ്കിൽ നമ്മൾ ഈശ്വരീയതയിലാണോ? എന്തിനാണ് ഈശ്വരനെ അന്വേഷിക്കുന്നത്? നഷ്ടപ്പെട്ട ഒരു സാധനത്തിനെ അന്വേഷിക്കുക. ബാബുജി മഹാരാജ് ചോദിച്ചാണ്, ഈശ്വരൻ എപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെട്ടത്? ഈശ്വരനെ അന്വേഷിക്കേണ്ടത് ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിലാണ് എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴൊക്കെ ഹൃദയമായിട്ട് ടച്ച് ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ സ്നേഹത്തിന് പ്രാധാന്യം നൽകിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ എന്ന രൂപത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒക്കേഷൻസ്, ഏറ്റവും സമാധാനം നൽകുന്ന ഒക്കേഷൻസ് സ്നേഹത്തോടെയുള്ള സംഭാഷണങ്ങളിലാണ്. ഒരിക്കലും ഒരു പേഷ്യൻ്റ്, എനിക്ക് വേദനയോടെയാണ് ഓർക്കാൻ സാധിക്കുന്നത്, പക്ഷെ അദ്ദേഹത്തെ സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം മലപ്പുറം സൈഡിലുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ പേഷ്യൻ്റായിരുന്നു. ഞാൻ അരവിന്ദ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ പേഷ്യൻ്റായിരുന്നു. ഞാൻ പിന്നെ അരവിന്ദ് ഹോസ്പിറ്റൽ വിട്ടപ്പോൾ ഞാൻ കാസർഗോഡേക്ക് പോന്നു. ഇദ്ദേഹം 4-5 വർഷം കഴിഞ്ഞു എന്നെ കാണാൻ വന്നു. കണ്ണൂർ, ഞാൻ ധനലക്ഷ്മി ഹോസ്പിറ്റലിൽ എന്നെ കാണാൻ വന്നു. സാർ എവിടെയായി പോയത്? സാർ അന്വേഷിച്ച് ഞാൻ എവിടെയൊക്കെ നടന്നു. സാർ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ്ററാക്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട, അത്ര വ്യത്യാസം കിട്ടില്ല. ഞാനത് കേൾക്കാണ്ട ഞാൻ വേറെ സ്ഥലത്ത് ചെയ്തു, എനിക്ക് വ്യത്യാസമൊന്നുമില്ല, ഞാൻ ഇനി എവിടെയും പോവില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ ദൂരെ നിന്ന്, എത്രയോ ദൂരെ നിന്ന്, ധനലക്ഷ്മി ഹോസ്പിറ്റൽ, എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട് വഴിയിലൊക്കെ, അവിടേക്കൊന്നും പോവാതെ എന്നെ കാണാൻ വന്നിരുന്നു. കറക്റ്റ് 6 മാസം കൂടുമ്പോൾ കാണിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുറച്ച് കാലം കണ്ടില്ല അദ്ദേഹത്തെ. അപ്പോഴേക്കും ഞാൻ ജ്യോതിസ് ഐ കെയർ കണ്ണൂരിൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ ജെയ്സൺ നടത്തുന്ന ജ്യോതിസ് ഐ കെയർ. ഒരു ദിവസം 4-5 ആൾക്കാർ ഇദ്ദേഹത്തെ ഒരു സ്ട്രെച്ചറിൽ കൊണ്ടുവരികയാണ് എൻ്റെ ക്ലിനിക്കിലേക്ക്. സിസ്റ്റേഴ്സ് പറഞ്ഞു അപ്പോയിൻമെൻ്റ് എടുത്ത്, സാറ് വയ്യാത്തൊരു പേഷ്യൻ്റാണ്. എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങൾ ടോക്കൺ കുറച്ച് മുൻപോട്ടാക്കിയിട്ട് അദ്ദേഹത്തെ, അപ്പോൾ ഇദ്ദേഹം സ്ട്രെച്ചറിലാണ്. അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്നെ ചെക്ക് ചെയ്യൊന്നും വേണ്ട, ഞാൻ അങ്ങേ കാണാൻ വേണ്ടി വന്നതാണ്. എനിക്ക് മറ്റവൻ പിടികൂടി, അതായത് ക്യാൻസർ, പാങ്ക്രിയാറ്റിക് ക്യാൻസർ ഒക്കെയാണ്. ഞാൻ മരിക്കുന്നു എനിക്ക് ഉറപ്പാണ്. എനിക്ക് കൺസൾട്ടേഷൻ, ഞാൻ പോകുന്നതിന് മുമ്പേ ഞാനൊന്ന് ഗുഡ് ബൈ പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഏറ്റവും സ്പർശിച്ച ഒരു മൊമെൻ്റ് ആയിരുന്നത്. കാരണം ഞാൻ അദ്ദേഹത്തിന് ഒന്നും കൊടുത്തില്ല, ഒരു ചികിത്സ എന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ ഞാൻ കൊടുത്തിട്ടില്ല. എങ്കിലും എന്നെ കാണാൻ വന്നു. എന്താണ് അവിടെ എന്നെ കണക്ട് ചെയ്തത് അദ്ദേഹവുമായിട്ട്? അതാണ് സ്നേഹം എന്ന് പറയുന്നത്, അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നിമിഷങ്ങൾ നമ്മൾ മറന്നു പോകുന്നു, വിട്ടുപോകുന്നു. അമ്മയോ അച്ഛനോ നമ്മളോട് സംസാരിക്കുമ്പോൾ തിരക്കിൽ ഓടിപ്പോകുന്ന ആൾക്കാർ, സമയമില്ല വൃദ്ധാശ്രമത്തിൽ ആക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഈ അടുത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്, അവർ കുറച്ച് വയസ്സായി, ഒരു സ്കാലിൽ ഇതൊക്കെയാണ്, അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ്. അവരൊക്കെ നോക്കാൻ ഒരു ഹോം നഴ്സ്, ഇവർക്കൊന്നും സമയമില്ല, തിരക്ക്, ഒരാൾ മാത്രം നിൽക്കുന്നു. അപ്പോൾ അവരനുഭവിക്കുന്ന വേദന എന്തായിരിക്കും? എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വിസ്മരിക്കുന്നു? നമ്മൾ എന്നിട്ട് പൂജകൾ നടത്തുന്നു, മരിച്ച ഉടനെ അതിൻ്റെ കർമ്മങ്ങൾക്ക് എത്ര ചിലവാകുന്നു, പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ വിസ്മരിച്ചു. എവിടെയാണ് പിതൃക്കൾ പോകുന്നത്? എവിടെയും പോകുന്നില്ല, ഇവിടെയുണ്ട്, എല്ലാവരും ഇവിടെ കണക്റ്റഡാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ ഈ ചെറിയ നിമിഷങ്ങളിലൊക്കെ നമ്മൾ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ ഈശ്വരനെ കാണുകയാണ്, ഈശ്വരനെ കണ്ടുമുട്ടുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് സഹജമാർഗത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. എല്ലാ ദിവസവും നമ്മൾ ഹൃദയത്തിൽ കണക്ട് ചെയ്തിട്ട് ഈശ്വരനെ കണ്ടെത്തുകയാണ്. എന്നിട്ട് ആ ഡിവിനിറ്റി ജീവിതത്തിൽ നമ്മൾ എല്ലാ സമയത്തും കാണാനും എക്സ്പ്രസ് ചെയ്യാനും നമ്മൾ
കൂടുതൽ ആഴത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം പാതയിൽ തന്നെ നമുക്ക് ഒഴുകാൻ പറ്റും, ഈശ്വരീയയിൽ തന്നെ ഒഴുകാൻ സാധിക്കും. അങ്ങനെയാണ് കമ്മ്യൂണൽ ഹാർമണി വരേണ്ടത്. ചർച്ചകളിലൂടെയല്ല, ഉപദേശങ്ങളിലൂടെയല്ല, ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലൂടെയല്ല. എല്ലാ ഗ്രന്ഥങ്ങളും ഇത് തന്നെയാണ് പറയുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്, ഞാൻ അടുത്തതിൽ ഏറ്റവും അടുത്താണ്, എന്നെക്കാൾ അടുത്തൊന്നുമില്ല. ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൽ നിന്നാണ് വരുന്നത്, ഈശ്വരൻ നിന്നാണ് വരുന്നത്, ആ ശബ്ദം തന്നെ. അപ്പോൾ എങ്ങനെയാണ് എന്നിൽ നിന്നും ദൂരെയാവുക? അപ്പോൾ ഈ ഒരു തത്വം മനസ്സിലാക്കിയിട്ട് എല്ലാവരും മെഡിറ്റേഷൻ ഉള്ളിലേക്ക് തിരിയണം, പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസിൽ ജീവിതത്തിൽ ഈശ്വരൻ ദൂരെയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോ പ്രവൃത്തിയിലും നമ്മൾ ആ ഡിവിനിറ്റി മാനിഫെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ എല്ലാ വിധത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഈ തരത്തിലുള്ള പ്രവണതകളും ഇല്ലാണ്ടായി മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എല്ലാവരും വീണ്ടും വേൾഡ് മെഡിറ്റേഷൻ ഡേ ഡിസംബർ 21 ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യണം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒക്കേഷനാണിത്. അടുത്ത സെഷൻ വരെയും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.